ദേവമംഗള ആസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. പൂരാടം നാളിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ പൊതുവായ ചില ഫലങ്ങളെക്കുറിച്ചും 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചുമാണ് പറയുന്നത്. പൂരാടം നക്ഷത്രത്തിൻ്റെ ദേവത ജലവും ഭൂതം വായുവും മനുഷ്യഗണവും പുരുഷയോനിയും മൃഗം കപിയും പക്ഷികോഴിയും വൃക്ഷം വന്യയുമാണ്. മൃഗ പക്ഷി വൃക്ഷാദികളെ പരിപാലിക്കുന്നതും ഭൂതദേവതകളെ ഉപാസിക്കുന്നതും ആയുരാരോഗ്യ സമൃദ്ധിക്കും ഐശ്വര്യാഭിവൃദ്ധിക്കും വളരെ ഗുണകരമാണ്. KR നാരായണൻ, ധീരുഭായി അംബാനി, ഐശ്വര്യ റായി, സർ CV രാമൻ എന്നിവർ പൂരാടം നാളിൽ ജനിച്ച പ്രശസ്തരായ വ്യക്തികളിൽ ചിലരാണ്. പൂരാടം നാളിൻ്റെ മഹത്വം സൂചിപ്പിക്കുവാൻ പറഞ്ഞു എന്ന് മാത്രം. പൂരാടം നാളിൽ ജനിക്കുന്ന ഭൂരിപക്ഷം പേർക്കും മനോഹരമായ ദന്തങ്ങളും നീണ്ട ചെവിയും ചെറുതെങ്കിലും ഉജ്ജ്വലമായ കണ്ണുകളും ഇടുങ്ങിയ നെറ്റിത്തടവും ഒതുക്കമുള്ള ഉദരവും നീണ്ട കൈകളുമുള്ളവരായിരിക്കും. ശാന്ത സ്വഭാവവും സൗമ്യതയും അഭിമാനബോധവും വാക്ചാതുരിയും നല്ല മനഃശക്തിയും ആകർഷണീയമായ വ്യക്തിത്വവും ഇവർക്കുണ്ടാവും. പൂരാടം കുലം എന്ന നക്ഷത്ര വിഭാഗത്തിൽപ്പെടുന്ന നാളായതിനാൽ സ്വന്തം കുലത്തിൽ ഇവരുടെ നാമം പലകാലം നിലനിൽക്കും. ശ്രേഷ്ഠന്മാരായിരിക്കും. സുകുലത്തിൻ്റെ സമ്പത്തും മഹിമയും വർദ്ധിപ്പിക്കാൻ ഇവർ പ്രാപ്തരായിരിക്കും. അംഗീകാരവും ആദരവും നേടുകയും ചെയ്യും. പൂരാടം ഒരു രജോഗുണ നക്ഷത്രമാണ്. പൂരാടത്തിൻ്റെ നക്ഷത്രനാഥനായ ശുക്രൻ ഒരു രജോഗുണ ഗ്രഹവുമായതിനാൽ ഭൗതികമായ തൃഷ്ണയും ഊർജവും കാമനകളും ആദർശങ്ങളും പ്രയോഗവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇവരുടേത്. സാഹചര്യങ്ങളെ സമ്മർദ്ദത്തിലേക്ക് കയറ്റിവെക്കാനും സാഹചര്യങ്ങളുടെ പിരിമുറുക്കം കുറക്കാനും ഇവർക്കാവും. പൂരാടം നക്ഷത്രത്തിൻ്റെ ദേവത ജലവും ഭൂതം വായുവുമാകയാൽ ഇവരെ ഒന്നിൽ നിന്നും ഒഴിവാക്കാനാവില്ല. അതുപോലെ തന്നെ കരുണഹൃദയരും ചിലപ്പോൾ ഉഗ്രരും ക്രൂരരും ആകുമിവർ. ചൊവ്വയുടെ വക്രതയും ക്രൗരവും വ്യാഴത്തിൻ്റെ സ്വാത്വികത്വവും സമദർശനികതയും ശുക്രൻ്റെ ആഡംബരപ്രേമവും വൈഷയികത്വവും ഇവരിൽ കാണാൻ കഴിയും. വായു നക്ഷത്രഭൂതവും ജലം നക്ഷത്രദേവതയുമായതിനാൽ ഇങ്ങനെ രണ്ട് പ്രകൃതി ശക്തികൾ നേരിട്ട് ബന്ധപ്പെടുന്നതിനാൽ പൂരാട നക്ഷത്രക്കാർ അതുല്യ ശക്തി ഉണ്ടാവും. മാനസികമായ കരുത്തും ആത്മീയമായ ബലവും ഇവരുടെ പ്രത്യേകതയാണ്. ഇവർ പിണങ്ങിയാൽ അത് തിരിച്ചറിയാനാകും. എതിരാളികൾ നിഷ്പ്രഭരാകും. എന്നാൽ ആശ്രിതരെ ഒരിക്കലും ഇവർ കൈവിടുകയുമില്ല. ഇവരുടെ നക്ഷത്രമൃഗം വാനരനായതിനാൽ വായുപുത്രനായ ഹനുമാനെ പോലെ അസാധ്യമായവ സാധ്യമാക്കി തീർക്കുവാൻ ഇവർക്ക് കഴിയും. പൂരാടം നക്ഷത്രക്കാർ ഭാഗ്യമനുഭവിക്കുന്നവരും ജനകീയരുമായിരിക്കും. ധാരാളം ഉറച്ച സൗഹൃദ ബന്ധങ്ങൾ ഇവർക്കുണ്ടാവും. സംഘത്തിൻ്റെ നേതാവായിരിക്കും. പൂരാടം നക്ഷത്രക്കാർ ശുദ്ധഹൃദയരാണെങ്കിലും കലികർ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കും. അനിതര സാധാരണമായ വാക്ചാതുരിയും സുസിദ്ധമായതുകൊണ്ട് ഇവർ തൻ്റെ അഭിപ്രായങ്ങളെ യുക്തിയുക്തമായി അവതരിപ്പിച്ച് പ്രവർത്തന രംഗത്ത് വിജയം നേടും. ശുക്രൻ്റെയും ഗുരുവിൻ്റെയും പ്രഭാവം ഉള്ളതുകൊണ്ടും ധനുരാശിയായതുകൊണ്ടും ഒരു യോദ്ധാവിൻ്റെയോ കളിക്കാരൻ്റെയോ ശരീരഘടന ഉള്ളവരായിരിക്കും ഭൂരിപക്ഷം പേരും. ബുദ്ധിശക്തി, ആകർഷത്വം, ശുഭാപ്തി വിശ്വാസം, അഭിമാനബോധം എന്നിവ ഇവരുടെ സവിശേഷതകളാണ്. മാതാപിതാക്കളിൽ നിന്ന് ഇവർക്ക് അത്ര വലുതായ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാനിടയില്ല. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായിരിക്കില്ല. വളരെ താമസിച്ചോ മത്സരത്തോടു കൂടിയുള്ളതോ ആയ വിവാഹബന്ധത്തിനായിരിക്കും ഇവർക്ക് അധികം പേർക്കും ഇടവരിക. ഇവരുടെ മിഥുനൻ രാശി 7-ാം ഇടവും ബുധൻ അതിൻ്റെ രാശിനാഥനുമാകയാൽ വാചോവിലാസമുള്ളവളോ ഗണിത വിജ്ഞാനിയോ ആവും ഇവരുടെ ജീവിത പങ്കാളി. വ്യാഴത്തിൻ്റെ ശത്രുഗ്രഹമാണ് ബുധൻ. എന്നാൽ ബുധന് വ്യാഴത്തോട് സമത്വമേ ഉള്ളൂ. അതിനാൽ ഇവർക്ക് ഇവരുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധം ഊഷ്മളമായിരിക്കുന്നത് പോലെ അതേ സാന്ദ്രതയിൽ ഇങ്ങോട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ദാമ്പത്യബന്ധം അത്ര സുഖകരവുമായിരിക്കില്ല. ധനുക്കൂറിൻ്റെ 5-ാം രാശി മേടവും അതിൻ്റെ അധിപൻ ചൊവ്വയും വ്യാഴത്തിൻ്റെ മിത്രവുമായതിനാൽ ചുറുചുറുക്കുള്ള സന്താനങ്ങൾ ഇവർക്കുണ്ടാവും. പുരുഷ സന്താനങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. ഇവർ വിദ്യാസമ്പന്നരുമായിരിക്കും. എന്നാൽ 5-ാം രാശി ശനിയുടെ നീചരാശിയായതിനാൽ ഇവരുടെ സന്താനഭാവമായ 5-ാം രാശിയിൽ പാപഗ്രഹമോ പാപദൃഷ്ടിയോ ഉണ്ടായാൽ സന്താനങ്ങൾ ദുർവാശിയുള്ളവരുമായിരിക്കും. പൂരാടം നാളുകാർക്ക് ഏതാണ്ട് 32 വയസ്സ് വരെ വലിയ പരിവർത്തനങ്ങളും പരാജയങ്ങളും സംഭവിച്ചേക്കാം. അതിനുശേഷം ഈ സ്ഥിരമായ ഒരു ജീവിത പന്ഥാവ് ഇവർക്ക് തുറക്കാൻ കഴിയൂ.
32-നും 50 വയസ്സിനുമിടയിൽ സ്വതന്ത്രമായ ഒരു ജീവിത പശ്ചാത്തലം പടുത്തുയർത്തുവാൻ കഴിയും. ജീവിതത്തിൻ്റെ മധ്യകാലം ഇവർക്ക് ഐശ്വര്യപ്രദവുമായിരിക്കും. ഒരേ ലക്ഷ്യത്തിലിരുന്ന് സമാധാനമായും ക്ഷമയോടും കൂടി പരിശ്രമിക്കുന്ന പക്ഷം ഇവർ ഏതു കാര്യത്തിലും വിജയിക്കും. പൂരാട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ അധികവും ഉണ്ടായിരിക്കുന്നതോടൊപ്പം തന്നെ ഇവർ നല്ല ബുദ്ധിശക്തിയും പ്രസരിപ്പും ആത്മവിശ്വാസവും അന്വേഷണത്വരതയും ഏതു കാര്യത്തിലും ശുഭപ്രതീക്ഷ എന്നിവ ഇവരുടെ പ്രത്യേകതയാണ്. ഇവർ നല്ല ആരോഗ്യവതികളായിരിക്കും. അതുല്യമായ തേജസ്സും സൗന്ദര്യവും പ്രകാശമേറിയ നയനങ്ങളും തൻ്റെ വംശത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ശ്രേഷ്ഠത ഇവർക്കുണ്ടാകും. ഗ്രഹഭരണത്തിലും ഔദ്യോഗിക മണ്ഡലങ്ങളിലും ഇവർക്ക് അസാധാരണമാംവിധം ശോഭിക്കാൻ കഴിയും. ഇവർക്ക് ഗർഭാശയ രോഗങ്ങൾക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യം എത്ര കുറഞ്ഞാലും ഗ്രഹത്തിന് ഇവർ ഐശ്വര്യവതികളും ഭർത്താക്കന്മാർക്ക് ഇവർ കാര്യദർശികളുമായിരിക്കും. ഇവർ ഒരു കാര്യത്തിനും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവരാണ്. കുടുംബപരദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ദോഷഫലങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയും. കുടുംബദേവതയെ മുടങ്ങാതെ ഉപാസിക്കുക. പ്രതികൂല നക്ഷത്രങ്ങളായ തിരുവോണം, ചതയം, ഉത്രട്ടാതി, പൂയം, ആയില്യം, ചിത്തിര ഈ നാളുകളിൽ ശുഭകാര്യങ്ങളൊന്നും തുടങ്ങരുത്. 2024 ഓഗസ്റ്റ് മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഗുണകരമായ ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലയിൽ നടത്താൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് അഡ്മിഷൻ കാത്തിരിക്കുന്നവർക്കും ഗുണമായിരിക്കും. ആഗ്രഹത്തിനനുസരിച്ചുള്ള വിവാഹബന്ധത്തിന് സാധ്യത കാണുന്നു. ഗ്രഹത്തിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകും. 2024 സെപ്റ്റംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ര ഗുണകരമായി കാണുന്നില്ല. എല്ലാ കാര്യങ്ങളും പല വിധത്തിലുള്ള തടസ്സങ്ങൾ കാണുന്നു. മാനസികമായും ശാരീരികമായും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഇടവന്നേക്കാം. കുടുംബപര ദേവതാപ്രീതി ഉണ്ടായാൽ ഇതിൽ നിന്നൊക്കെ മുക്തി നേടാനാവും. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്ടോബർ മാസം പൊതുവെ ഗുണകരമായി കാണുന്നു. മുന്നേ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശമനം വരും. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധ നേട്ടങ്ങൾ കൈവരും. ജോലിയിൽ ഉന്നതിയും നേട്ടങ്ങളും കൈവരും. മത്സര പരീക്ഷകളിൽ വിജയം വരിക്കും. കാർഷിക രംഗത്തും കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പലവിധത്തിലുള്ള സാമ്പത്തിക ഉന്നതി കൈവരും. 2024 നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതി ഭാഗം ഗുണകരമായിരിക്കുമെങ്കിലും മാസമധ്യത്തിനു ശേഷം എല്ലാ രംഗത്തും പലവിധത്തിലുള്ള തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. 2024 ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ ഭാഗം ക്ലേശങ്ങൾ നിറഞ്ഞതായി കാണുന്നു. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും അപകടകരമായ മെഷീനുകൾ പ്രവർത്തിക്കുന്നവർക്കും വളരെ ശ്രദ്ധയോടും കൂടി കൈകാര്യം ചെയ്യുക. മാസാന്ത്യം ക്ലേശാനുഭവങ്ങൾ കുറയുകയും കാര്യതടസ്സങ്ങൾ നീങ്ങുവാനും സാധ്യത കാണുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.